നമസ്കാരം 22 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SSLC കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കുട്ടികൾ സെലക്ട് ചെയ്യുന്നത് കൊമേഴ്സിലേക്കാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ കൊമേഴ്സ് സെലക്ട് ചെയ്യുന്നത്? ഇനി കൊമേഴ്സ് സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് സൈലം ഒരുക്കുന്നു ബ്രിഡ്ജ് കോഴ്സ്. എന്താണ് ബ്രിഡ്ജ് കോഴ്സ്? ഈ വിഷയമായി ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മുടെ മുമ്പിലുള്ളത് രണ്ട് അതിഥികളാണ്. ഈ അതിഥികൾക്ക് നമുക്ക് പോകണം. മായാദേവിയും അതുപോലെ തന്നെ ഊർമിള ദേശായിയും. ഇരുവരും കൊമേഴ്സ് സെലക്ട് ചെയ്യുന്ന കുട്ടികളുടെ പാരന്റ്സ് ആണ്. ഇനി നമുക്ക് അവരിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അതിഥിയിലേക്ക് പോവുകയാണ്. ആദ്യം മായാദേവിയിലേക്കാണ്. മായാദേവി മാഡം, തങ്ങളുടെ മകള് കൊമേഴ്സ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കൊമേഴ്സ് എടുക്കാൻ തീരുമാനിച്ചത്? അതെന്റെ മോളുടെ ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടാണ് മോൾക്ക് ഇത്രയും കൊമേഴ്സിനോട് ഇഷ്ടം? അതിപ്പോ മോളോട് ചോദിക്കേണ്ടി. ഓക്കെ, ശരി. അടുത്തായി നമുക്കുള്ളത് ഊർമിള ദേശയാണ്. ഊർമിള ദേശായി മാഡം, എന്തുകൊണ്ടാണ് താങ്കളുടെ കുട്ടി കൊമേഴ്സ് സെലക്ട് ചെയ്യാൻ കാരണം? എന്റെ മോനെ CA ആവാനാണ് താല്പര്യം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴേ കൊമേഴ്സ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്റെ മോക്ക് CMA ആവാനാണ് ആഗ്രഹം. എന്നാൽ ഞങ്ങൾ അതിന്റെ കൂടെ BCom + CA ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്റെ മോളെ MBA + ACC ആണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി അത് കഴിഞ്ഞിട്ട് UPSCക്കും കൂടെ വിടുന്നുണ്ട്. എന്നിട്ട് IAS ആവാനാണ് ഞങ്ങളുടെ ഒരു ഫൈനൽ പ്ലാൻ. എന്റെ മോളെ MBBS കഴിഞ്ഞിട്ട് പോലീസ് നിർത്തുന്നത്. ഈ ചർച്ചയല്ല നമുക്ക് വേണ്ടത്. നമുക്കറിയാം ഇതെല്ലാം പോണെങ്കിൽ നമുക്ക് +1 +2 കുട്ടികൾ കൊമേഴ്സ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് +1 +2 നമുക്ക് ആദ്യം വേണ്ടത്. ആ +1 +2ലേക്ക് നമുക്ക് ആദ്യമായിട്ട് സൈലം കൊടുക്കുകയാണ്. നമ്മുടെ ബ്രിഡ്ജ് കോഴ്സാണ് +1ലേക്ക് പോകാൻ വേണ്ടി. അപ്പം ബ്രിഡ്ജ് കോഴ്സിലേക്ക് നിങ്ങളുടെ കുട്ടികളെ ജോയിൻ ചെയ്യുകയാണ് വേണ്ടത്. അപ്പം ബ്രിഡ്ജ് കോഴ്സ് എന്താണെന്ന് അറിയോ മാഡത്തിന്? എന്റെ മോള് കൊമേഴ്സ് പഠിക്കാനാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് റിട്ടയർ ആവാനുള്ളത്. ബ്രിഡ്ജ് കോഴ്സ് പഠിക്കാൻ സമയമില്ല. ഇവളുടെ മോള് പോട്ടെ. അതിനെ പറ്റിയൊന്നും അറിയില്ല അല്ലേ മാഡം പറയൂ. ഊർമിള, എന്താണ് ബ്രിഡ്ജ് കോഴ്സ്? താങ്കളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. അല്ല, ഇതിനെപ്പറ്റി കൂടുതലായിട്ട് സാർ ഇത്രയും വലിയ ഇൻട്രോ. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്ക് ബ്രിഡ്ജ് കോഴ്സിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മുടെ ബ്രിഡ്ജ് കോഴ്സിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ റിപ്പോർട്ടർ മേഘാ പൗലോസ് ഉണ്ട്. മേഘാ പൗലോസിലേക്ക് നോക്കാം. റിപ്പോർട്ടർ മേഘാ പൗലോസ്. ഹലോ മേഘാ പൗലോസ്. സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. സർ, ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് എന്തൊക്കെയാണ് +1 കൊമേഴ്സിൽ പഠിക്കാനുള്ളത് ക്ലിയർ ഐഡിയ കൊടുക്കാൻ വേണ്ടിയാണ് എന്തായാലും ബ്രിഡ്ജ് കോഴ്സ് നടത്തുന്നത്. സോ അങ്ങനെ ഈ ബ്രിഡ്ജ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടിക്ക് എന്താണ് അവർ +1 പഠിക്കാൻ പോകുന്നുള്ളൊരു ഐഡിയ അവർക്ക് കിട്ടുന്നതായിരിക്കും. സർ, ഇത്രയും പറഞ്ഞാൽ ക്ലിയർ അല്ലേ സർ? സർ, ഞാനിപ്പോൾ ബ്രിഡ്ജിലാണ് സർ നിൽക്കുന്നത്. ഏത് ബ്രിഡ്ജാണ്? സർ, തൈക്കുളം ബ്രിഡ്ജ്. ഓക്കെ, അവിടെ നിന്നോളൂ. താങ്ക് യു സർ. അപ്പോൾ നാളെയാണ് ലോഞ്ച്. ബ്രിഡ്ജ് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നാളെ കൃത്യം ഇത് നമ്മുടെ ചാനൽ എത്തിച്ചേരാം. 8 മണിക്ക് എന്റെ മോള് വരും. 7:30 എന്റെ മോനോട് എത്തിയിരിക്കും. എന്നാ എന്റെ മോള് 7:15 വരും. അല്ല, നമുക്ക് സമയത്തിന്റെ കാര്യത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. സമയം കൃത്യം 7 മണിയാണ്. 7 മണിക്ക് കൃത്യമായിട്ട് നമ്മുടെ ചാനൽ എത്തിച്ചേരാം. അങ്ങനെയാണെങ്കിൽ 6:30 എന്റെ മോള് വരും. എന്റെ മോൻ ഇന്നേ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചാനൽ. അല്ലല്ല, പ്രശ്നം വേണ്ട. അതായത് നമ്മുടെ ന്യൂസ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. 22 ന്യൂസ് ഇതാ. ഇന്നത്തെ ന്യൂസ് ഇവിടെ അവസാനിക്കും. നാളത്തെ ന്യൂസിൽ നാളെ കാണാം. നാളത്തെ ന്യൂസ് നാളെ പേയ്മെന്റ്. നാളെ വേറെ ഇന്നത്തെ അല്ല, പോയിട്ട് ബ്രിഡ്ജിൽ നിന്നോളൂ. ബ്രിഡ്ജ്